ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 3rd ചാപ്റ്ററായ സുഭാഷിതരസം പീത്വ ജീവനം സഫലം കുരു. നല്ല വചനങ്ങളുടെ സത്ത് കുടിച്ച് ജീവിതം സഫലമാക്കൂ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കൊച്ചുമോളും മുത്തശ്ശിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. പിതാമഹി ഏകാം നൂതനാം കഥാം കഥയതു. മുത്തശ്ശി ഒരു പുതിയ കഥ പറഞ്ഞു തരൂ. വത്സേ ത്വം പ്രതിദിനം തു കഥാം ശൃണോഷി. അദ്യ നീതിശ്ലോകാൻ ശൃണു. മോളെ, നീ എന്നും കഥയല്ലേ കേൾക്കണേ? ഇന്ന് നീതിശ്ലോകം കേൾക്കൂ. നീതിശ്ലോകാഹ? നീതിശ്ലോകമോ? ആം, നീതിശ്ലോകാഹ. അതെ, നീതിശ്ലോകങ്ങൾ. നീതിശ്ലോകാഹ നാമ സുഭാഷിതാനി. നീതിശ്ലോകത്തിൻ്റെ പേരാണ് സുഭാഷിതാനി, മധുരവചനങ്ങൾ. കിം നാമ സുഭാഷിതാനി? സുഭാഷിതാനി എന്ന് വെച്ചാൽ എന്താ? സുഷ്ടു ഭാഷിതാനി ഇതി സുഭാഷിതാനി. നന്നായി പറയുന്നതെന്തോ അതാണ് സുഭാഷിതാനി. അർത്ഥാത് ശോഭനാനി വചനാനി, അതായത് നല്ല മനോഹരമായ വചനങ്ങൾ. താനി സർവദാ ജനാനാം ഹിതായ ഭവന്തി. അവയെല്ലാം ജനങ്ങളുടെ നന്മയ്ക്കായിട്ടാണുള്ളത്. സുഭാഷിത പഠനേന കഹ ലാഭ? സുഭാഷിതം പഠിക്കുന്നതിലൂടെ എന്താണ് ഗുണം? സുഭാഷിത പഠനേന ആദർശ മാനവ ജീവന നിർമ്മാണായ പ്രേരണ പ്രാപ്യത്തെ. സുഭാഷിതങ്ങൾ വായിക്കുന്നതിലൂടെ ഒരു മാതൃകാപരമായ മനുഷ്യജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രേരണ ലഭിക്കുന്നു. മാനവജീവനസ്യ സുഖായ സമൃദ്ധയെ ച സുഭാഷിതാനാം പഠനസ്യ ആവശ്യകത അസ്തി. മനുഷ്യജീവിതത്തിൻ്റെ സുഖത്തിനായും സമൃദ്ധിക്കായും സുഭാഷിതങ്ങൾ പഠിക്കുക എന്നത് അനിവാര്യമാണ്. യഹ സുഭാഷിതാനി പഠിത്വാ കാര്യക്ഷേത്രേ തസ്യ ജ്ഞാനസ്യ പ്രയോഗം കരോതി സഹ ബഹൂൻ ലാഭാൻ പ്രാപ്നോതി. ആരാണോ സുഭാഷിതങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള അറിവ് തൻ്റെ പ്രവൃത്തിപഥത്തിൽ, അതായത് ജോലിയിൽ പ്രയോഗിക്കുക, അവന് നിരവധി നേട്ടങ്ങളാണ് ഉണ്ടാവുക. അവന് നിരവധി നേട്ടങ്ങൾ പ്രാപ്തമാകും. സുഭാഷിതാനി സ്വകർത്തവ്യസ്യ അകർത്തവ്യസ്യ ച വിഷയെ സ്പഷ്ടതയാ മാർഗദർശനം കുറുവന്തി. സുഭാഷിതങ്ങൾ നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ഗൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് സർവേ അവശ്യം സുഭാഷിതാനി പഠന്തു. അതുകൊണ്ട് എല്ലാവരും ഉറപ്പായും സുഭാഷിതം വായിക്കണം, പഠിക്കണം. താനി പഠിത്വാ സർവേ ജീവനസ്യ രഹസ്യം അവഗച്ഛന്തു. അവ പഠിച്ച് എല്ലാവരും ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കും. ജീവനം സുഖമയം ച കുറുവന്തു. ജീവിതം സുഖമയവും ആക്കി തീർക്കൂ. ഇനി നമുക്ക് സുഭാഷിതങ്ങൾ നോക്കാം. ഗായന്തി ദേവാഹ കില ഗീതകാനി ധന്യാസ്തുതേ ഭാരതഭൂമി ഭാഗേ സ്വർഗാപവർഗാസ്പദമാർഗഭൂതേ ഭവന്തി ഭൂയഃ പുരുഷാഃ സുരത്വാത്. പദച്ഛേദം നോക്കാം. ഗായന്തി ദേവാഹ കില ഗീതകാനി ധന്യാഃ തു തേ ഭാരതഭൂമി ഭാഗേ സ്വർഗാപവർഗാസ്പദമാർഗഭൂതേ ഭവന്തി ഭൂയഃ പുരുഷാഃ സുരത്വാത്. ഇനി നമുക്ക് അന്വയം നോക്കാം. ഭാരതഭൂമി ഭാഗേ യേ ഭവന്തി തേ ധന്യാഃ ഇതി. ഭാരതഭൂമിയിൽ, അതായത് ഭാരതദേശത്തിൽ ആരാണോ ഉള്ളത് അവർ ധന്യരാണ് എന്ന് ദേവാഹ ഗീതകാനി ഗായന്തി കില. ദേവതകൾ സ്തുതിഗീതങ്ങൾ പാടുന്നുവത്രേ. സ്വർഗാപവർഗാസ്പദമാർഗഭൂതേ ഭാരതഭൂമി ഭാഗേ തു ദേവാഹ സുരത്വാത് ഭൂയഃ പുരുഷാഃ ഭവന്തി. സ്വർഗവും മോക്ഷവും പ്രാപ്തമാക്കാനുള്ള വഴിയായ ഈ ഭാരതഭൂമിയിലാണെങ്കിൽ ദേവന്മാർ പോലും ദൈവത്വം വെടിഞ്ഞ് മനുഷ്യരാകുന്നു. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. യേ മാനവാഃ അസ്യാം ഭാരതഭൂമൗ ജന്മ പ്രാപ്നുവന്തി തേ ധന്യാഃ ഇതി ഭാരതഭൂമേഃ ഗുണഗാനം ദേവാഃ കുറുവന്തി. ഏത് മനുഷ്യരാണോ ഈ ഭാരതഭൂമിയിൽ ജന്മമെടുക്കുന്നത് അവർ ധന്യരാണ്, ജന്മം പ്രാപ്തമാക്കുന്നത് അവർ ധന്യരാണ് എന്ന് ഭാരതഭൂമിയുടെ ഗുണഗാനം ദേവന്മാർ ചെയ്യുന്നു. അതായത് ഭാരതഭൂമിയെ ദേവഗണങ്ങൾ പുകഴ്ത്തുന്നു.
അതഃ അതുകൊണ്ട് വയം സർവേ ഭാരതീയാः നമ്മളെല്ലാ ഭാരതീയരും ഭാഗ്യശാലിനഃ സ്മഃ ഭാഗ്യശാലികളാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷാദി പ്രാപ്തയെ മാർഗഭൂതേ ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്നിവ പ്രാപ്തമാക്കാനുള്ള മാർഗമായ അസ്മിൻ ഭൂഖണ്ഡേ നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ ദേവാഹ അപ്പി ദേവന്മാർ പോലും ദേവത്വം വിഹായ ഡിവൈനിറ്റി വെടിഞ്ഞ് മനുഷ്യരൂപത്തിൽ ജന്മഗ്രഹണാർത്ഥം ജന്മമെടുക്കാനായി അഭിലഷന്തി ആഗ്രഹിക്കുന്നു. അടുത്ത സുഭാഷിതം നോക്കാം. ഗുണേ ഗുണം വേത്തി ന വേത്തി നിർഗുണഃ ബലീബലം വേത്തി ന വേത്തി നിർബലഃ പികോ വസന്തസ്യ ഗുണം ന വായസഃ കരീച്ച സിംഹസ്യ ബലം ന മൂഷകഃ. പദച്ഛേദം നോക്കാം. ഗുണേ ഗുണം വേത്തി ന വേത്തി നിർഗുണഃ ബലീബലം വേത്തി ന വേത്തി നിർബലഃ പികഃ വസന്തസ്യ ഗുണം ന വായസഃ കരീച്ച സിംഹസ്യ ബലം ന മൂഷകഃ. അന്വയം നോക്കാം. ഗുണേ ഗുണം വേത്തി നിർഗുണഃ ഗുണം ന വേത്തി. ഗുണവാന്മാർ ഗുണത്തെ അറിയുന്നു, ഗുണമില്ലാത്തവർ ഗുണത്തെ അറിയുന്നില്ല. ബലിബലം വേത്തി നിർബലഃ ബലം ന വേത്തി. ബലവാന്മാർ ബലത്തെ അറിയുന്നു, ബലമില്ലാത്തവർ ബലത്തെ അറിയുന്നില്ല. പികഃ വസന്തസ്യ ഗുണം വേത്തി വായസഃ വസന്തസ്യ ഗുണം ന വേത്തി. കുയിൽ വസന്തത്തിൻ്റെ ഗുണം, അതായത് ആ ഭംഗിയെ അറിയുന്നു. വായസഃ വസന്തസ്യ ഗുണം ന വേത്തി. കാക്ക വസന്തത്തിൻ്റെ ഗുണം അറിയുന്നില്ല, ആ ഭംഗി അറിയുന്നില്ല. കരീച്ച സിംഹസ്യ ബലം വേത്തി. കരീച്ച സിംഹസ്യ ബലം വേത്തി. ആനയ്ക്ക് സിംഹത്തിൻ്റെ ബലം അറിയാം. മൂഷകഃ സിംഹസ്യ ബലം ന വേത്തി. എലിക്ക് സിംഹത്തിൻ്റെ ബലം അറിയില്ല. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം നോക്കാം. ഗുണവാൻ ജനഃ അന്യേഷാം സദ്ഗുണാൻ ജ്ഞാതും ശക്നോതി. നല്ല ഗുണങ്ങളുള്ളവർക്ക് മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെ അറിയാൻ സാധിക്കും. പരന്തു ഗുണഹീനഃ ജനഃ അപരേഷാം സഗുണാൻ അവഗന്തും സമർത്ഥഃ ന ഭവതി. പക്ഷേ ഗുണങ്ങളില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ അറിയാൻ കഴിയുകയില്ല. ബലവാൻ ജനഃ യഥാ അന്യേഷാം ബലം ജ്ഞാതും ശക്നോതി. ബലവാനായിട്ടുള്ളവർക്ക് എങ്ങനെയാണോ മറ്റുള്ളവരുടെ ബലത്തെ അറിയാൻ സാധിക്കുക, തഥാ ബലരഹിതഃ ജനഃ അന്യേഷാം ബലം ജ്ഞാതും ന ശക്നോതി. അങ്ങനെ ബലമില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ബലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല. വസന്തകാലേ ആഗതേ പികഃ വസന്തസ്യ ഗുണാനുരൂപം കുഹതാനം കരോതി. വസന്തകാലത്തിൻ്റെ വരവോടെ കുയിൽ വസന്തത്തിൻ്റെ ഗുണാനുരൂപമായ, അതായത് അനുയോജ്യമായ രീതിയിൽ കൂവുന്നു, മനോഹരമായി കൂവുന്നു. പരന്തു കാക്കഃ മധുരം ഗാതും ന ശക്നോതി. എന്നാൽ കാക്കയ്ക്ക് മധുരമായി പാടാൻ സാധിക്കുന്നില്ല. ഗജഃ പശുരാജസിംഹസ്യ ബലം ജാനാതി കിന്തു മൂഷകഃ തസ്യ ബലം ജ്ഞാതും ന പാരയതി. ആനയ്ക്ക് സിംഹത്തിൻ്റെ ബലം അറിയാം, പക്ഷേ എലിക്ക് അതിൻ്റെ ബലം അറിയാൻ സാധിക്കുന്നില്ല. അതഃ യോഗ്യഃ ഏവ മഹത്വം ജ്ഞാതും സമർത്ഥോ ഭവതി. അതുകൊണ്ട് തന്നെ യോഗ്യരായവർക്ക് മഹത്വം അറിയാൻ സാധിക്കുകയുള്ളൂ, ന അയോഗ്യഃ അയോഗ്യർക്കല്ല. അതായത് കഴിവുള്ളവർക്ക് മറ്റുള്ളവരുടെ കഴിവിനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ, കഴിവില്ലാത്തവർക്ക് അത് സാധിക്കുകയില്ല. ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് പാർട്ടായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതുവരെയും ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വന്ന് മെൻഷൻ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.